നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. ഭവന നിർമ്മാണത്തിനും വാണിജ്യ സമുച്ചയത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് കടപ്ര പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഭൂമി വാങ്ങുന്നതിനും വീട് നിർമ്മിക്കുന്നതിനും 2.8 കോടി രൂപയും, ആലന്തുരത്തിൽ വാണിജ്യ സമുച്ചയം നിർമ്മിക്കുന്നതിന് 47 ലക്ഷം രൂപയും, അതിദരിദ്ര പട്ടികയിലുള്ള പട്ടികജാതി ഗുണഭോക്താവിന് വീട് അറ്റകുറ്റപ്പണി നടത്തുന്നതിന് 3 ലക്ഷം രൂപയും വകയിരുത്തി പഞ്ചായത്തിൻ്റെ ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് മിനി ജോസാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അശോകൻ അധ്യക്ഷത വഹിച്ചു. 24.41 കോടി രൂപ വരവും 24.1 കോടി രൂപ ചെലവും 31.57 ലക്ഷം നീക്കിയിരിപ്പും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ഉൽപ്പാദന മേഖലയിൽ വികസനത്തിനായി 87.76 ലക്ഷം രൂപയും, സേവന മേഖലയ്ക്ക് 11.20 കോടി രൂപയും, പശ്ചാത്തല മേഖലയുടെ വികസനത്തിന് 41.18 ലക്ഷം രൂപയും, റോഡ് അറ്റകുറ്റപ്പണി, നോൺ റോഡ് എന്നിവയ്ക്ക് 16.48 കോടി രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാടിൻ്റെ ഹരിത സമൃദ്ധിയുടെ വീണ്ടെടുപ്പ് ലക്ഷ്യമിട്ട് മണ്ണ്, ജലസംരക്ഷണം, ഉറവിട മാലിന്യ സംസ്കരണം, കാർഷിക വികസനം എന്നിവയ്ക്കും ബജറ്റിൽ പദ്ധതികളുണ്ട്. കർഷകർ, സാമൂഹികമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, വനിതകൾ എന്നിവർക്ക് സംരംഭകത്വ വികസന പദ്ധതിക്കും ബജറ്റിൽ ഊന്നൽ നൽകിയിട്ടുണ്ട്. പഞ്ചായത്തിലെ അംഗനവാടികൾ സ്മാർട്ടാക്കുന്നതിന് 2 ലക്ഷം രൂപയും ബജറ്റിലുണ്ട്. തെരുവ് വിളക്കുകൾക്ക് പ്രാധാന്യം നൽകി പെർഫോമൻസ് ബജറ്റും വനിതകൾക്ക് തൊഴിലും വരുമാനവും ലക്ഷ്യമിട്ട് ജെൻഡർ ബജറ്റും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.